ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയരെ, പരിശുദ്ധ സഭ ശൂനോയ നോമ്പിലൂടെ കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ വിശുദ്ധ ദൈവമാതാവിന് സഭയിലുള്ള സ്ഥാനം എന്താണ്? ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവെന്നാണ് വിശുദ്ധ സഭ കന്യക മറിയാമിനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. ശൂനോയ എന്ന വാക്കിന് വാങ്ങിപ്പെന്നാണ് അർത്ഥം. താൻ ആരിൽ നിന്ന് ശരീരം പ്രാപിച്ചുവോ ആ പരിശുദ്ധ ശരീരം മണ്ണിൽ അഴുകിപ്പോകുവാൻ ഇടയാകാതെ അതിനെ യേശു മശിഹ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയ ദിനമാണ് നാം ശുദ്ധമുള്ള ശൂനോയ പെരുന്നാളായി കൊണ്ടാടുന്നത്. അതായത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ സ്മരണാർത്ഥമാണ് സഭ ശൂനോയ നോമ്പ് ആചരിക്കുന്നത്. വിശുദ്ധ സഭ ദൈവമാതാവിൻ്റെ ശൂനോയോ അഥവാ വാങ്ങിപ്പ് ഭക്തി ആദരവോടുകൂടെ ആചരിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ 15 വരെയാണ്. വിശുദ്ധ ദൈവമാതാവ് ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടതിൻ്റെ സ്മരണാർത്ഥം അപ്പോസ്തലിക കാലം മുതൽ സഭ ഈ നോമ്പ് ആചരിക്കുന്നു. സഭയിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ സ്ഥാനം പരിശുദ്ധന്മാരിലും വലുതാണ്. ലോകരക്ഷകനായ യേശു മശിഹ മനുഷ്യനായി അവതരിക്കുവാൻ മുഖാന്തരമായത് മാതാവിൽ കൂടെയായിരുന്നു. അതിനാൽ വിശുദ്ധ കന്യക മറിയത്തിന് ദൈവപ്രസവിത്രി അഥവാ ദൈവം വഹിച്ചവൾ എന്ന സ്ഥാനമാണ് സഭയിലുള്ളത്. മാനവരക്ഷാ പദ്ധതിയിലെ വിശുദ്ധന്മാരിൽ 1-ാം സ്ഥാനം ദൈവമാതാവിനാണ്. ദൈവമാതാവെന്ന ഒരു പേരല്ലാതെ മാതാവിനെ മറ്റു പേരുകളുമില്ല. കന്യക മറിയാമിനെ ദൈവമാതാവെന്ന് വിളിക്കാത്തവര് ദൈവത്തിൽ നിന്നും അകന്നവര് തന്നെയാണ്. സഭയുടെ ആരാധനക്രമത്തിലും വിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷകൾക്കും പ്രാർത്ഥനകൾക്കും മുഖ്യ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. എല്ലാ ബുധനാഴ്ചകളിലും ലോകരക്ഷയിലേക്കുള്ള മാതാവിൻ്റെ പങ്കാളിത്തത്തെ സ്മരിച്ച് നോമ്പ് അനുഷ്ഠിക്കണമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ വിശുദ്ധ കന്യക മറിയം ഒരിക്കലും ഒരു ദേവിയല്ല. യേശുമശിഹായുടെ സ്ഥാനത്തും പദവിയിലും കന്യക മറിയത്തെ പ്രതിഷ്ഠിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ മാതാവ് പരിശുദ്ധന്മാരുടെ രാജ്ഞിയാണ്. മാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് ഫലസിദ്ധി വളരെയാകുന്നു. 2ാമത്തെ ഹവ്വയെന്നും 2ാമത്തെ സ്വർഗമെന്നും മാതാവ് വിശേഷിക്കപ്പെടുന്നു. എരിഞ്ഞു പോകാത്ത മുൾമരമെന്ന് പ്രതീകാത്മമായി നിത്യകന്യകയായ മാതാവിനെ വിളിക്കുന്നു. നാം പിന്തുടരുന്ന പാശ്ചാത്യ സുറിയാനി ആരാധനക്രമ പാരമ്പര്യമനുസരിച്ച് ജനനനാളിലല്ല വാങ്ങിപ്പിനാണ് സഭ പ്രാമുഖ്യം നൽകുന്നത്. ജനനത്തെ സ്മരിക്കുന്ന 8 നോമ്പ് സഭ വിലക്കുന്നില്ലെങ്കിലും ശൂനോയ നോമ്പാണ് ദൈവമാതാവിൻ്റെ പ്രധാന പെരുന്നാൾ. വിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ദുഷ്ടന് നേരെ തോൽക്കാത്ത ആയുധമായ വിശുദ്ധ നോമ്പെ സമാധാനത്തോടെ വിടാം. വിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് ഏവർക്കും കോട്ടയായിരിക്കട്ടെ.